ഹലോ ഹായ് കൽക്കി 2898 AD. സിനിമയിലെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് എക്സ്പ്ലനേഷനും അതോടൊപ്പം അതിലെ കുറച്ച് കഥാപാത്രങ്ങളുടെ രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്താണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് അരുൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുക. നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്നത് കമലഹാസൻ ചെയ്ത സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന കഥാപാത്രം, അത് സംവിധായകൻ്റെ മനസ്സിൽ തോന്നിയ ഒരു 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 ഭാവനയിൽ തോന്നിയ ഒരു ഫിക്ഷൻ കഥാപാത്രം മാത്രമാണോ? അതോടൊപ്പം തന്നെ അതിൽ പ്രഭാസിൻ്റെ ക്യാരക്ടർ എന്താണ്, അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ക്യാരക്ടർ. ദുൽഖർ ഓൾറെഡി സംവിധായകൻ നാഗശ്വിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ ദുൽഖറിന് പ്രാധാന്യമറിയിക്കുന്ന ഒരു റോള് ദുൽഖറിനുണ്ടാകും എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സിനിമ വളരെ വിജയകരമായിട്ട് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ഒരു പുരാണവും അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും ബ്ലെൻഡ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് നാഗശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറും എഴുത്തുകാരനും കയ്യടി അറിയിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് രണ്ടുപേർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അവർക്ക് പൂർണ്ണമായിട്ട് ഈ സാധനം മനസ്സിലായില്ല. എനിക്കോട് മഹാഭാരതം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു സംശയം അതിൽ അശ്വത്ഥാമ എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ അമിതാഭ് ബച്ചൻ ചെയ്ത ക്യാരക്ടർ, അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ ഒരു ശാപം നൽകുന്നുണ്ട്. തനിക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ളൊരു ശാപം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശാപം നൽകിയതെന്ന് സിനിമ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഫ്രണ്ട് സൂചിപ്പിച്ചത് നമ്മൾ ട്രെയിലറിലും കണ്ടിട്ടുണ്ടാവും. ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു കെട്ടിടത്തിൽ പോലെ നിൽക്കുമ്പോൾ ഒരു ഒരു ഗോളം വന്നിട്ട് വയറ്റിൽ തറക്കുന്നതായിട്ട്, അതെന്താണ്, അത് ആരാണെന്ന് മനസ്സിലാവാത്ത മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇതിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഉത്തമമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അമിതാഭ് ബച്ചൻ ചെയ്യുന്ന അശ്വത്ഥമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ, അവിടെ ഒരു പുല്ല് കാണിക്കുന്നുണ്ട് ഷോട്ട്. ആ പുല്ലെടുത്തിട്ട് ആ യുദ്ധത്തിനിടയ്ക്കുള്ള അരിശം മൂത്ത് അശ്വത്ഥമ്മ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഭയങ്കര കോപിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ആ പുല്ലെടുത്തിട്ട് ആവാഹിച്ച് ബ്രഹ്മശിരാസ്ത്രം എന്നാണ് അതിൻ്റെ പേര് എന്നാണെന്ന് തോന്നുന്നു. അർജുനനും അതുപോലെ തന്നെ അശ്വത്ഥാമാവും കൂടി യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇരുവരും കിട്ടുന്ന എന്താണോ മെറ്റീരിയൽ അതെടുത്തിട്ട് ആവാഹിച്ച് ബ്രഹ്മശിരാസ്ത്രമായിട്ട് ആവാഹിച്ച് നേർക്ക് നേരെ എറിയുന്ന രംഗമാണത്. പൂർണ്ണമായിട്ടും സിനിമയിലില്ല. മഹാഭാരതം അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയാണ് അർജുനനെ, ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ സർവനാശം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അർജുന നീ അത് തിരിച്ചെടുക്കണം എന്ന് പറയുകയാണ്. അപ്പം അർജുനന് തിരിച്ചെടുക്കാനുള്ള മാർഗം അർജുനനറിയാം. പക്ഷേ അശ്വത്ഥമ എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ അത് തിരിച്ചെടുക്കാനുള്ള മാർഗം അറിയാതെ പോകുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ വാദിക്കുന്നില്ല. പല രീതിയിലും പല പുസ്തകങ്ങളിലും പല ആളുകളുടെ പെർഫെക്റ്റിലും പറയുന്നതനുസരിച്ച് പല പല രീതിയിലാണ്. ഇപ്പോൾ എന്താ പറയുക, മഹാഭാരതം സീരിയൽ നമ്മുടെ ദൂരദർശനിൽ വന്ന സമയത്ത് അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് സ്റ്റാർ ഗ്രൂപ്പിൽ ഇറങ്ങിയ, ഏഷ്യാനെറ്റിലൊക്കെ അതിൻ്റെ ഡബ്ബിങ് ഉണ്ടായിരുന്നു. അതിലിറങ്ങിയ കഥ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ട MT എഴുതുമ്പോൾ അത് ഭീമൻ്റെ പെർഫെക്റ്റിലാണ്, കണ്ണിലൂടെയാണ് ആ കഥ രണ്ടാം കൂടം പോകുന്നത്. അപ്പോൾ പല രീതിയിലും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും രീതിയിൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ വിയോജിപ്പുണ്ട്, ഇതിങ്ങനെയാണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എനിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അമ്പ് വിട്ടോ അർജുനന് അത് തിരിച്ചെടുക്കാം, അശ്വത്ഥാമാന് കഴിയുന്നില്ല. അപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയില്ല, പകരം അത് ഗതി തിരിച്ചു വിടാം എന്നുള്ളതാണ് ഒരു ചോയ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഗതി തിരിച്ചു വിടുന്ന അമ്പ് പോയിട്ട് ആ സ്ത്രീയുടെ മേൽ പതിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ള കഥയിലുള്ളത്. ആ സ്ത്രീ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ കേട്ട രണ്ട് കഥയിൽ ഒരു കഥ ഇതാണ്. ആ സ്ത്രീ നമ്മുടെ
അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയാണ് എന്നുള്ളതാണ്. ഗർഭിണിയായിട്ടുള്ള ഉത്തരയുടെ വയറിലേക്ക് അത് ചെന്ന് പതിക്കുമ്പോൾ കുട്ടി മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ അതുകൊണ്ടാണ് ഒരു ശാപം അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ അശ്വത്ഥാത്മാവിന് കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊരു കഥയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവകുലം നിലനിൽക്കരുത് എന്ന് ആഗ്രഹമുള്ള അശ്വത്ഥാമ മുമ്പ് ഉത്തരയുടെ വയറിലേക്ക് അയക്കുന്നതായിട്ട് പറയുന്ന മറ്റ് സോഴ്സസ് ഉണ്ട്. കൽക്കിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി. കൽക്കി എന്ന് പറയുന്നത് ഈ 10 അവതാരങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവതാരമാണ്. ശ്രീകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉണ്ടാവുന്ന അവതാരമാണ് കൽക്കി. അത് കലിയുഗം സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം കലിയുഗം സ്റ്റാർട്ട് ചെയ്യുന്നത് BC ആണ്. BC 3102. അതങ്ങനെ കണക്കാക്കുന്ന ഒരു കണക്ക് ഞാൻ ഒരിടത്ത് കേട്ടത് ഉത്തരായനം മകയിരം വരുന്ന ദിവസം വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അത് ഉത്തരായനം എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധസമയത്ത് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഉത്തരായന ദിവസത്തിൽ മരണം കാത്തു കിടക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. എന്ന് വെച്ചാൽ ഉത്തരായനം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡെത്തിനുള്ള ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഉത്തരായനം വരുന്നത് മകരം 1 എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് BC 3102 എന്ന കണക്കിലേക്ക് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് AD എത്തുമ്പോൾ ഈ പറയുന്ന BCയിൽ നിന്ന് കുറഞ്ഞായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ സിനിമയിൽ പറയുന്നത് AD 2898 എന്ന് പറയുന്ന വർഷക്കണക്കാണ് പറയുന്നത്. കമലഹാസൻ്റെ സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന ക്യാരക്ടർ യഥാർത്ഥത്തിൽ കലിനെയാണ് സൂചിപ്പിക്കുന്നത്. കലിയാണ് സുപ്രീം യാസ്കിനായിട്ട് വരുന്നത്. അത് സിനിമയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ കമലഹാസൻ വളരെ ഇമോഷണൽ ആയിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്. എത്ര യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും മനുഷ്യൻ മാറില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യർക്കുള്ള ശിക്ഷ കൂടിയാണെന്നുള്ള രീതിയിലൊക്കെ അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ തെറ്റുകൾ കൂടുതൽ ചെയ്യുമ്പോൾ കലി കൂടുതൽ പവർഫുൾ ആവുകയും ശക്തനായി മാറുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ത്രോട്ടാണ് അവിടെ പങ്കുവെക്കുന്നത്. കലിയെ അവസാനിപ്പിച്ച് നല്ല ഒരു ജീവിതം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് കൽക്കിയുടെ അവതാരം വരുന്നത് എന്നുള്ളതാണ് സങ്കല്പത്തിൽ മഹാഭാരതത്തിൽ പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് നേരെ പ്രഭാസിന്റെ ക്യാരക്ടറിലേക്കാണ്. പ്രഭാസ് യഥാർത്ഥത്തിൽ കർണനായിട്ട് ഇതിൽ ഒരു വേഷം കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭൈരവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാസിന്റെ ക്യാരക്ടർ കർണനിൽ നിന്ന് ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പുനർജന്മം ഉണ്ടായിട്ടാണ് ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് എത്തിയതെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദുൽഖറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ക്യാപ്റ്റൻ്റെ ഒരു കാര്യം, അതുപോലെ തന്നെ ഭൈരവയെ സഹായിക്കുന്ന ഒരു ക്യാപ്റ്റൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ AI ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു ബുജി എന്ന് വിളിക്കുന്ന ആ സംഗതി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇവൻ പല സമയത്തും പല കഥയും പറയുന്നുണ്ട്, മാറ്റി മാറ്റി പറയുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാസ് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള കഥകൾ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ള ഒരു സംഗതി, ഒരു ഉദാഹരണം അവിടെ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ ഇദ്ദേഹം ഒരു പുനർജന്മം എടുത്തുള്ള ഒരാളാണ്. അപ്പോൾ കർണനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ കർണനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രഭാസിൻ്റെ ക്യാരക്ടറിനെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന ദുൽഖറിൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. അപ്പോൾ പുനർജന്മത്തിൽ കർണനെ സഹായിക്കുന്നത് ആരോ അത് ആ ക്യാരക്ടറാണ് ദുൽഖറിൻ്റെ ക്യാരക്ടറായിട്ട് വരുന്നത്. അതാണ് ഉപബോധ മനസ്സിൽ പ്രഭാസ് ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കർണനെ സഹായിക്കുന്നത് മഹാഭാരതത്തിൽ 2 കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഒന്ന് ദ്രോണാചാര്യർ കർണനെ വിദ്യകൾ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുവായിട്ട് ഒരു ത്രോട്ടായിട്ട് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ പരശുരാമനാണ് കർണനെ കൂടുതൽ വിദ്യകൾ പഠിപ്പിച്ച ഗുരു എന്ന് പറയുന്ന 2ാമത്തെ ത്രോട്ടും നിൽക്കുന്നു. അപ്പോൾ പലരും പല രീതിയിലാണ് അത് കർണനെ ദ്രോണര് കുറച്ച് കാര്യങ്ങൾ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തി എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണനെ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പരശുരാമനെയാണ് പലരും കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ ദുൽഖർ പരശുരാമൻ്റെ ക്യാരക്ടറായിരിക്കും സെക്കൻഡ് പാർട്ടിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ദ്രോണറിൻ്റെ ക്യാരക്ടറായിരിക്കും വെച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ ദ്രോണരായാലും പരശുരാമനായാലും സെക്കൻഡ് പാർട്ടിൽ വലിയ രീതിയിലുള്ള സീക്വൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം
കർണനെ വിദ്യകൾ അഭ്യസിപ്പിച്ച അതേ ആള് തന്നെയാണ് ദീപിക പദക്കോണിന്റെ വയറ്റിൽ കിടക്കുന്ന ജനിക്കാൻ പോകുന്ന കൽക്കിക്ക് വിദ്യകൾ അഭ്യസിപ്പിച്ചു കൊടുക്കുന്നതും ഒരേ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിൽ ആ ക്യാരക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദീപിക പദക്കോണിന്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു സിറം അതെടുത്ത് ഈ പറയുന്ന സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന കമലഹാസന്റെ ക്യാരക്ടർ, കലിയുടെ ക്യാരക്ടർ ആ ഡ്രോപ്പ് കഴിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായിട്ടുള്ള ഏറ്റവും പവർഫുൾ അവതാരമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് കൽക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു സിറം സുപ്രീം യാസ്കിനും കൂടി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേരും ശക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു യുദ്ധമായിരിക്കും യഥാർത്ഥത്തിൽ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നടക്കപ്പോകുന്നത് പെരിയ യുദ്ധമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വരാം. ഏതായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ കൽക്കി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബൈ ബൈ.